26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. സ്വർണ്ണവിലയിലുണ്ടായ റെക്കോർഡ് കുതിപ്പിന് ശേഷം സംഭവിച്ച വിലയിടിവ് ഇനിയും തുടരുമെന്ന് സാമ്പത്തിക വിദഗ്ധർ. കഴിഞ്ഞ 3 മാസത്തിനിടെ 16.8% വരെ ഇടിവാണ് സ്വർണത്തിനുണ്ടായത്. കണക്കുകൾ പ്രകാരം പവൻ വില 90,000-ലേക്ക് എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ട്. യുദ്ധം, പണപ്പെരുപ്പം എന്നിവ കനത്താൽ സ്വർണ്ണവില ഇടിയും. നിലവിൽ രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് $4,000 എന്നതിൽ നിന്ന് $3,980 എന്ന നിലവാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. വില വീണ്ടും താഴ്ന്ന 3,950-ലേക്ക് എത്തിയാൽ ആ വീഴ്ച ചിലപ്പോൾ 3,000-ന് താഴേക്കും എത്തിയേക്കാം. അങ്ങനെയെങ്കിൽ കേരളത്തിൽ പവൻ വില 1,00,000 രൂപയ്ക്ക് താഴെയാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. മറിച്ച് യുദ്ധത്തിന് ശമനമുണ്ടാകുകയും ഡോളർ താഴുകയും ചെയ്താൽ സ്വർണ്ണവില തിരിച്ചു കയറാനും സാധ്യത കൂടുതലാണ്. മറ്റൊന്ന്, വില ഇടിയുംതോറും സ്വർണം വാങ്ങാനുള്ള തിരക്ക് ഏറുമെന്നതാണ്. സ്വാഭാവികമായും ഈ വില കുറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ വാങ്ങൽ ട്രെൻഡ് ശക്തമാകുന്നത്. അങ്ങനെ സ്വർണത്തിന് തിരിച്ചു കയറാൻ വഴിയൊരുക്കും. സ്വർണ്ണവില ആഭരണം വാങ്ങാൻ കാത്തിരുന്നവർക്ക് ഇപ്പോൾ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് സ്വർണ്ണവില ഇടിയുന്നത്. കേരളത്തിൽ ഇന്ന് രാവിലെ പവന് വലിയ തരത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. 1,04,520 രൂപയാണ് പവൻ വില. രാജ്യാന്തര വില കഴിഞ്ഞ 8 മാസത്തെ താഴ്ചയായ $3,970 വരെ താഴ്ന്നതും കേരളത്തിൽ വില കുറയാൻ സഹായിച്ചു. തിരിച്ചു കയറാനുള്ള ശ്രമം രാജ്യാന്തര വില നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ സ്വർണ്ണവിലയെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികൾ തന്നെയാണ്. 1980-ലും 2011-ലും സ്വർണ്ണവിലയിലുണ്ടായ വലിയ കുതിപ്പിന് ശേഷം സംഭവിച്ച വിലയിടിവിന് സമാനമാണ് ഇപ്പോഴത്തെ വിലയിടിവെന്നും റിപ്പോർട്ടുകളുണ്ട്. നിലവിൽ സ്വർണ്ണവിലയിലുള്ള തിരുത്തൽ ഇനിയും കാര്യമായി തുടരാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ പറയുന്നു. വില 3,450 മുതൽ 3,250 നിലവാരത്തിലേക്ക് താഴ്ന്നതുവരെ ഘട്ടം ഘട്ടമായി മാത്രം വാങ്ങലുകൾ നടത്തണമെന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നുണ്ട്. സ്വർണത്തിന് ദീർഘകാലം നീണ്ടു നിൽക്കാവുന്ന വിലയിടിവിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന നിരവധി ഘടകങ്ങൾ ഇന്നുണ്ട്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ 1 ഗ്രാം സ്വർണത്തിന്റെ വില 10,000 മുതൽ 11,000 രൂപ വരെയായി കുറഞ്ഞേക്കാമെന്നും പറയുന്നുണ്ട്. എന്നിരുന്നാലും ഈ നിലകളിലേക്കുള്ള മാറ്റം നേരായ രീതിയിലായിരിക്കില്ല എന്നും ഹ്രസ്വ കാലയളവിൽ വലിയ വിലയിൽ തിരിച്ചുകയറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട് വിദഗ്ധർ. $3,702 നിലയിലേക്ക് വില താഴ്ന്നതിനു മുൻപായി 4,325, $4,500 എന്ന നിലയിലേക്ക് തിരിച്ചുകയറ്റം ഉണ്ടായേക്കാമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും 2021-ലെ ഉയർന്ന നിലവാരത്തിന് ശേഷം വിപണിയിൽ കണ്ട അതേ രീതിയിലുള്ള ഒരു പ്രവണതയാണ് ഇപ്പോൾ ഉള്ളത്. നിലവിലുള്ള വിലക്കയറ്റ പ്രവണതയ്ക്കിടയിലുള്ള സാധാരണമായ ഒരു ഇടവേളയോ തിരുത്തലോ എന്നതിലുപരി ദീർഘകാലം നീണ്ടുനിൽക്കുന്ന വിലയിടിവിന്റെ തുടക്കമാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. 2026-ന്റെ രണ്ടാം പകുതിയിൽ വിപണി വലിയ തിരിച്ചടി നേരിട്ടേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നിരുന്നാലും സ്വർണ്ണ നിക്ഷേപം പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ബാങ്ക് ഓഫ് അമേരിക്ക നിർദ്ദേശിക്കുന്നില്ല. പകരം വില നിലവാരത്തിനനുസരിച്ച് ഘട്ടം ഘട്ടമായി സ്വർണം വാങ്ങിക്കൂട്ടുന്ന രീതിയാണ് ഇപ്പോഴുള്ളത്. എന്തായാലും നിലവിലെ ട്രെൻഡ് തുടർന്നാൽ സ്വർണ്ണവില വീണ്ടും 1,00,000-ന് താഴേക്കെത്തുമെന്നും അത് വാങ്ങുന്ന ആളുകൾക്ക് അത്രത്തോളം സഹായകരമാകുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ വന്നാൽ വില 80,000-ലേക്ക് എത്തുമോ എന്ന ആകാംക്ഷയിലാണ് ഉപഭോക്താക്കൾ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.